Hello students, am I audible to you? Welcome all to Xylem JEEnius community. ഞാൻ പറയുന്നത് audible ആണെങ്കിൽ ഒന്ന് chat box ൽ ഒന്ന് reply ചെയ്യാമോ? Yes, അപ്പം ഇത് നമ്മുടെ റിവിഷൻ ഡേന്റെ ഡേ 94 ആണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച കെമിസ്ട്രിയിലെ പല കാര്യങ്ങളും സമ്മറൈസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ബാക്കി ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാമോ? ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ, സ്ക്രീൻ വിസിബിൾ അല്ലേ തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കപ്പം എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രീൻ്റെ ക്ലാസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞ് കാണും. അതിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലേക്കാണ് ഇന്ന് കയറാൻ പോകുന്നത്. റിയാക്ഷൻ മെക്കാനിസം, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകൾ, അവരുടെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ആസിഡ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുക, ബേസിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുക. ഓക്കെ, ഇത് ത്രൂ ഔട്ട് ആയിട്ട് എല്ലാ ചാപ്റ്ററുകളിലും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ എന്തൊക്കെയാണ് ആ ടൈപ്പ് ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ? നമുക്ക് ആദ്യം ടോപ്പിക്കുകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് റെസൊണൻസ്, അല്ലെ? എന്താണ് റെസൊണൻസ്? ഓക്കെ, അതുപോലെ എങ്ങനെയാണ് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ റെസൊണൻസ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പിന്നെ പ്ലസ് എം എഫക്റ്റ് ഉണ്ട്, മൈനസ് എം എഫക്റ്റ് ഉണ്ട്, അല്ലെ? റെസൊണൻസിന്റെ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റും ഇലക്ട്രോൺ വിഡ്രോയിങ് റെസൊണൻസ് എഫക്റ്റിനെയും പറ്റി പഠിക്കണം. പിന്നെ എന്താ പഠിക്കാനുള്ളത്? പിന്നെ അരോമാറ്റിസിറ്റിയെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, യു ഹാവ് ടു നോ അബൌട്ട് അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി ആൻഡ് നോൺ അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി, നോൺ അരോമാറ്റിസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ആൻഡ് ദെൻ യു ഹാവ് ടു നോ അബൌട്ട് ഹൈപ്പർ കോൺജുഗേഷൻ, അല്ലെ? നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ എവിടെയൊക്കെയാണ് കാണുക, ഓക്കെ, എങ്ങനെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓക്കെ, സോ ബേസിക്കലി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളെ പറ്റി നല്ല കൃത്യമായിട്ട് ധാരണ നിങ്ങൾക്ക് വേണം. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റെസൊണൻസ് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും ഇൻഡക്റ്റീവ് എഫക്റ്റും ഒക്കെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെ യു ഷുഡ് ബി നോയിങ് അബൌട്ട് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ്. ഓക്കെ, എന്താണ് ഈ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷന്റെ ഇടയ്ക്ക് ഫോം ചെയ്യുകയും ആ റിയാക്ഷൻ കഴിയും മുമ്പ് ഡെസ്ട്രോയ് ആവുകയും ചെയ്ത സ്പീഷീസിനെയാണ് നമ്മൾ റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകൾ എന്ന് പറയുക, അല്ലെ? കാർബോകാറ്റയോണുകൾ, കാർബാനയോണുകൾ, ഫ്രീ റാഡിക്കലുകൾ, അല്ലെ? പിന്നെയോ നൈട്രീനുകൾ, കാർബീനുകൾ, ബെൻസൈൻസ്. ഓക്കെ, അങ്ങനെ ഒരുപാട് റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായുള്ള ബോധ്യം വരണം. പിന്നെയോ ആൻഡ് ഫൈനലി യു ഹാവ് ടു നോ അബൌട്ട് കമ്പാരിസൺ ഓഫ് ആസിഡ് ആൻഡ് ബേസ് സ്ട്രെങ്ത്. കമ്പാരിസൺ ഓഫ് ആസിഡ് ആൻഡ് ബേസ് സ്ട്രെങ്ത്. സോ ആക്ച്വലി ദീസ് ടോപ്പിക്സ്, ദീസ് ആർ ദ ലൈഫ് ബ്ലഡ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകളിൽ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം എളുപ്പമായിട്ട് മാറും നിങ്ങളുടെ കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഓർഗാനിക് കെമിസ്ട്രി എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് നോക്കി പോകാൻ പറ്റും. അതുപോലെ വളരെ വൃത്തിയായിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. സോ യു ഷുഡ് ബി സ്പെൻഡിങ് മോർ ടൈം ഓൺ ദീസ് ടോപ്പിക്സ്. ഈ പെർട്ടിക്കുലർ ടോപ്പിക്സ് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാം. റെസൊണൻസും ഹൈപ്പർ കോൺജുഗേഷനും ഇൻഡക്റ്റീവ് എഫക്റ്റും റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകളുടെ സ്റ്റെബിലിറ്റിയും ആസിഡ് ആൻഡ് ബേസ് സ്ട്രെങ്തിന്റെ കമ്പാരിസണിനും മുകളിലൊക്കെ ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസ് നല്ല സ്ട്രോങ് ആവും. അത്രയും സ്ട്രോങ് ആയ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് JEE മെയിൻസിന് വരുന്നതും അഡ്വാൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഈ ടോപ്പിക്കുകളിലേക്ക് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് റെസൊണൻസ് ആണ്, അല്ലെ? എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, യു ഡിഫൈൻ റെസൊണൻസ്. എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, കൻ എനിവൺ ടെൽ മീ ഇൻ ദ ചാറ്റ് ബോക്സ്? ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാമോ? എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെസൊണൻസ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ, അല്ലെ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഇൻ എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഇൻ എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇതാണ് റെസൊണൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലെ പൈ ഇലക്ട്രോണുകൾ ഡീലോക്കലൈസ്ഡ് ആയി പോകുന്നു. അതിന് പറയുന്ന പേരാണ് റെസൊണൻസ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്താണ് ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെ, എന്താണ് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ, ദിസ് ഇസ് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്
ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഈസ് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. പിന്നെയോ ലോൺ പെയർ വേക്കന്റ് ഓർബിറ്റൽ, ദിസ് ഈസ് ഓൾസോ എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇങ്ങനെ 5 തരത്തിലുള്ള കോൺജുഗേറ്റഡ് സിസ്റ്റംസ് ഉണ്ട്. കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് 5 രീതിയിലാവാം. ഏതൊക്കെയാണ് 5 രീതി? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ ആവാം, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആവാം, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ ആവാം, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവാം, അല്ലെങ്കിൽ ലോൺ പെയർ വേക്കന്റ് ഓർബിറ്റൽ ആവാം. ഇങ്ങനെ 5 രീതിയിലുള്ള കോൺജുഗേറ്റഡ് സിസ്റ്റംസ് നമുക്ക് പോസിബിൾ ആണ്. ഇത്തരത്തിലുള്ള കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലെല്ലാം തന്നെ പൈ ഇലക്ട്രോണുകൾ എന്തായിരിക്കും? ഡീലോക്കലൈസ്ഡ് ആയിപ്പോ. ഓക്കെ, അത് ലോക്കലൈസ്ഡ് ആയിരിക്കില്ല, അത് ഡീലോക്കലൈസ്ഡ് ആയിപ്പോ. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ വിളിക്കുക? റെസൊണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ഷോ യു വൺ എക്സാമ്പിൾ. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 പ്ലസ് അല്ലേ. സോ ദിസ് ഇസ് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇത് ഏത് കോൺജുഗേഷനാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നിങ്ങൾക്ക് കോൺജുഗേഷൻ കാണാൻ പറ്റുന്നത് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞ കോൺജുഗേഷൻ ആണ് കാണാൻ പറ്റുന്നത്. കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ക്യാരീസ് എ വേക്കന്റ് ഓർബിറ്റൽ അല്ലെ. കാർബണിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ കൂടെ ആരുണ്ടാവും? ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതൊരു കോൺജുഗേഷൻ ആണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞ ഒരു കോൺജുഗേഷൻ ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുക? ഇതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നമ്പർ ചെയ്യാം. 1 2 3 എന്ന് നമ്പർ ചെയ്യാം. In the resonating structure, double bond will shift its position between 1 and 2 to 2 and 3, and vacant orbital will shift its position from 3 to 1. അങ്ങനെയാണ് നമ്മൾ അതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുക. In the resonating structure, double bond will shift its position between 1 and 2 to 2 and 3, and vacant orbital will shift its position from 3 to 1. അപ്പോൾ ഇത് രണ്ടുമാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ മോളിക്യൂളിന്റെ ആക്ച്വൽ സ്ട്രക്ചർ? ഈ മോളിക്യൂളിന്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രക്ചറും അല്ല, സെക്കൻഡ് സ്ട്രക്ചറും അല്ല. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമേജിനറി സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പോതെറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ ഈസ് സംവെയർ ഇൻ ബിറ്റ്വീൻ ദ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് വി കോൾ ഇറ്റ് റെസൊനൻസ് ഹൈബ്രിഡ്. ആക്ച്വൽ സ്ട്രക്ചറിനെ നമ്മൾ പറയാം റെസൊനൻസ് ഹൈബ്രിഡ് എന്നാണ്. അപ്പം ഈ സിസ്റ്റത്തിന്റെ റെസൊനൻസ് ഹൈബ്രിഡ് നമ്മൾ വരയ്ക്കുമ്പം എങ്ങനെയാ വരയ്ക്കുക? There is a partial double bond between 1 and 2 and 2 and 3, and positive charge is distributed between 1 and 3. ഇതാണ് ഈ മോളിക്യൂളിന്റെ ആക്ച്വൽ സ്ട്രക്ചർ. നമ്മൾ അതിനെന്താ വിളിക്കുക? റെസൊനൻസ് ഹൈബ്രിഡ് എന്നാണ് നമ്മൾ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂളിനെ പറയുക. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ടൈപ്പ് കോൺജുഗേഷൻ ആണ്. എന്താ രണ്ടാമത്തെ ടൈപ്പ് കോൺജുഗേഷൻ? രണ്ടാമത്തെ ടൈപ്പ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ ആണ് അല്ലെ. നോക്കൂ, സോ ദിസ് ഈസ് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഇത് ഏത് കോൺജുഗേഷൻ ആണ്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ എന്ന് പറഞ്ഞ കോൺജുഗേഷൻ ആണ്. എങ്ങനെയാണ് ഈ കോൺജുഗേറ്റഡ് സ്ട്രക്ചറിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കുക? ലോൺ പെയർ വിൽ ബി കൺവേർട്ടഡ് ടു പൈ ബോണ്ട് വിൽ ബി കൺവേർട്ടഡ് ടു ലോൺ പെയർ. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഇവിടെ കിട്ടി. ഓക്കെ, CH2 മൈനസ് CH ഡബിൾ ബോണ്ട് CH2. These are the resonating structures. These 1 and 2 are the resonating structures of that particular system. Okay. ഇത് രണ്ടും റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് രണ്ടും ഇമേജിനറി സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പോതെറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് എന്നാണ്. എന്താണ് ആ മോളിക്യൂളിന്റെ ആക്ച്വൽ സ്ട്രക്ചർ? ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is partial double bond character between 1 and 2 and 2 and 3, and negative charge is distributed between first carbon and third carbon. This is the actual structure of the molecule which we call resonance hybrid. Okay, അപ്പം ഇത്തരം കോൺജുഗേറ്റഡ് ആയ എല്ലാ സ്ട്രക്ചറുകളിലും എന്തായിരിക്കും? പൈ ഇലക്ട്രോണുകൾ ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് വാട്ട് വി കോൾ റെസൊണൻസ്. ഓക്കെ, അപ്പം എന്താണ് റെസൊണൻസ് എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഹൗ ടു കമ്പയർ സ്റ്റെബിലിറ്റി ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. സ്റ്റെബിലിറ്റി ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് JEE മെയിൻസിന് വരാൻ സാധ്യതയുള്ള, വളരെ സാധ്യത കൂടുതലായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ബാക്കിയൊന്നും കേട്ടില്ലെങ്കിലും ഇനി ഇപ്പൊ പറയാൻ പോകുന്ന ഒരു 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ഗെറ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്, കമ്പാരിസൺ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. കാരണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് മാത്രം കാണാൻ പറ്റും? റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ മാത്രമായിട്ട് വന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ഇനിയുള്ള ഒരു 10 മിനിറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ഗെറ്റ് 1 ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. ഓൾറൈറ്റ്, അപ്പം നിങ്ങളോട് എപ്പോഴെങ്കിലും റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക?
നിങ്ങൾ കുറച്ച് സെറ്റ് ഓഫ് റൂളുകൾ ഓർഡറിൽ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളോട് എപ്പോഴെങ്കിലും റെസൊനേറ്റിംഗ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തരുന്ന ഒരു സെറ്റ് ഓഫ് റൂളുകൾ നിങ്ങൾ ഓർഡറിൽ ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് സെറ്റ് ഓഫ് റൂളുകൾ? ഫസ്റ്റ് റൂൾ നമ്പർ 1, stability is directly proportional to number of pi bonds. Stability is directly proportional to number of pi bonds. നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പൈ ബോണ്ടുകളുടെ എണ്ണമാണ്. ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ പൈ ബോണ്ടുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ദാറ്റ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദ അതർ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ചെക്ക് ദ നമ്പർ ഓഫ് pi bonds and you can say that stability is directly proportional to number of pi bonds. Okay, for example നിങ്ങളോട് ഇങ്ങനെ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ തരുവാണ്. ഓക്കെ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ഇവിടെ മാർക്ക് ചെയ്യാണ്. സോ ദർ ഈസ് എ സിസ്റ്റം ലൈക്ക് ദിസ്, എന്നിട്ട് അതിൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറും കൂടെ തരുവാണ്. ഓക്കെ, ദർ ഈസ് അനദർ സിസ്റ്റം ലൈക്ക് ദിസ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആദ്യം എന്ത് തന്നെയാണ് നോക്കേണ്ടത്? പൈ ബോണ്ടുകളുടെ എണ്ണമാണ്. ബാക്കി എന്തും നോക്കുന്നതിന് മുമ്പ് തന്നെ പൈ ബോണ്ടുകളുടെ എണ്ണം നോക്കുക. അപ്പം എനിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് സ്ട്രക്ചറിൽ 2 പൈ ബോണ്ടുകൾ ഉണ്ട്, സെക്കൻഡ് സ്ട്രക്ചറിൽ 1 പൈ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഫസ്റ്റ് സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡ് സ്ട്രക്ചർ എന്ന്. ഓക്കെ, അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? പൈ ബോണ്ടുകളുടെ എണ്ണം കൗണ്ട് ചെയ്ത് നോക്കുക. ഏത് റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലാണോ കൂടുതൽ പൈ ബോണ്ടുകൾ ഉള്ളത് അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. എന്താ രണ്ടാമത്തെ റൂള്? രണ്ടാമത്തെ റൂള് പറയുന്നത് എങ്ങനെയാണ്? പൈ ബോണ്ടുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് സെപ്പറേഷൻ. ഓക്കെ, പൈ ബോണ്ടുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, ആ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ രണ്ടിലും പൈ ബോണ്ടുകളുടെ എണ്ണം സെയിം ആണ് എന്ന് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്തിനേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും? ചാർജ് സെപ്പറേഷൻ ഉള്ള റെസൊനേറ്റിംഗ് സ്ട്രക്ചറിനേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഫിനോൾ വരയ്ക്കാം. ഓക്കെ, ഫിനോൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള മോളിക്യൂളാണ് ഫിനോൾ എന്ന് പറഞ്ഞ മോളിക്യൂൾ. ഇത് ഞാൻ ഇവിടെ വരച്ചു. ഇനി ഞാൻ ഫിനോളിന്റെ തന്നെ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കാം. നിങ്ങൾക്കറിയാം ഫിനോളിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ നെഗറ്റീവ് ചാർജ് എവിടെയാണ് ഉണ്ടാവുക? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ? സോ ഐ എം ഡ്രോയിങ് ദാറ്റ് ഹിയർ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഞാൻ വരയ്ക്കുകയാണ്. Alright, okay, so this is one resonating structure of phenol. അപ്പോൾ ഇത് രണ്ടും ഫിനോളിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ടിലും 3 പൈ ബോണ്ടുകൾ വീതമുണ്ട് അല്ലെ? ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് പൈ ബോണ്ടുകളുടെ എണ്ണമാണ്. നിങ്ങൾ ഈ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നോക്കുമ്പോൾ 3 പൈ ബോണ്ടുകൾ വീതമുണ്ട്. പിന്നെ നിങ്ങൾ എന്താ നോക്കേണ്ടത്? ചാർജ് സെപ്പറേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണ് ചാർജ് സെപ്പറേഷൻ ഉള്ള റെസൊനേറ്റിംഗ് സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് സെപ്പറേഷൻ. ഇതാണ് രണ്ടാമത്തെ റൂള്. ഓക്കെ, ഇനി റൂൾ നമ്പർ 1ഉം റൂൾ നമ്പർ 2ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റൂൾ നമ്പർ 3ലേക്ക് പോകണം. റൂൾ നമ്പർ 1ഉം അപ്ലിക്കബിൾ അല്ല, റൂൾ നമ്പർ 2ഉം അപ്ലിക്കബിൾ അല്ല. അതായത് ഫോർ എക്സാമ്പിൾ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിലും പൈ ബോണ്ടുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ, അതുപോലെ ഒന്നുകിൽ രണ്ടെണ്ണത്തിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിലും ചാർജ് സെപ്പറേഷൻ ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി എങ്ങോട്ട് പോകണം? റൂൾ നമ്പർ 3ലേക്ക് പോകണം. എന്താ റൂൾ നമ്പർ 3 പറയുന്നത്? റൂൾ നമ്പർ 3 പറയുന്നത് സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കംപ്ലീറ്റഡ് ഒക്ടറ്റ്. ഓക്കെ, സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കംപ്ലീറ്റഡ് ഒക്ടറ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, ഏത് റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലാണോ മാക്സിമം നമ്പർ ഓഫ് ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് റൂൾ നമ്പർ 3 പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. BH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് Cl മൈനസ്. ഓക്കെ, ദിസ് ഈസ് വൺ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. ഇതിന്റെ മറ്റൊരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണ് BH2 ഡബിൾ ബോണ്ട് CH Cl. നോക്കൂ, അപ്പൊ ഞാനിവിടെ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ BH2 മൈനസ്, ഞാനിവിടെ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട എന്താണ്? പൈ ബോണ്ടുകളുടെ എണ്ണമാണ് അല്ലെ? നിങ്ങൾ ഈ പൈ ബോണ്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ ഒന്നാമത്തെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ ഒരു പൈ ബോണ്ട് കാണാൻ പറ്റും, രണ്ടാമത്തെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലും ഒരു പൈ ബോണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പൊ പൈ ബോണ്ടുകളുടെ എണ്ണം രണ്ട് സ്ട്രക്ചറിലും സെയിം ആണ്. പിന്നെ നിങ്ങൾ എന്താ നോക്കുക? ചാർജ് സെപ്പറേഷൻ. അപ്പൊ നോക്കുമ്പോൾ രണ്ടിലും എന്തുണ്ട്? ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഒന്നാമത്തെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലും ചാർജ് ഉണ്ട്, രണ്ടാമത്തെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലും ചാർജ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നോക്കേണ്ട എന്താണ്? റൂൾ നമ്പർ 3ലേക്കാണ് പോകേണ്ടത്. ഏത് സ്ട്രക്ചറിലാണ് മാക്സിമം നമ്പർ ഓഫ് ആറ്റത്തിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ സ്ട്രക്ചറിൽ ബോറോണിന്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ആണെന്ന് കാണാൻ പറ്റും അല്ലെ?
ബോറോണിന് നിങ്ങൾക്ക് ചുറ്റും എത്ര ഇലക്ട്രോണെ കാണാൻ പറ്റും? 8 ഇലക്ട്രോണെ കാണാൻ പറ്റും. ക്ലോറിന് ചുറ്റും ഓൾറെഡി 8 ഇലക്ട്രോണുകൾ ഉണ്ട്. ഓക്കെ, അപ്പം രണ്ടാമത്തെ റെസൊണേറ്റിംഗ് സ്ട്രക്ചറിലെ എല്ലാ ആറ്റങ്ങളുടെയും ഒക്ടറ്റ് ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആണ് എന്ന് കാണാൻ പറ്റും. പക്ഷേ ഒന്നാമത്തെ സ്ട്രക്ചറിൽ ബോറോണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാൻ പറ്റും? സെക്കൻഡ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഫസ്റ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. ഇത് കുട്ടികൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട്. കുട്ടികൾ എന്താ ആലോചിക്കാൻ ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾ പലപ്പോഴും തെറ്റിക്കാറുള്ളത് അവരിങ്ങനെയാണ് ആലോചിക്കുക, പൈ ബോണ്ടുകളുടെ എണ്ണം സെയിം ആണെന്ന് അവർ മനസ്സിലാക്കും, രണ്ടിലും ചാർജ് സെപ്പറേഷൻ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. ഇമ്മീഡിയറ്റ്ലി അവർ നോക്കുക നെഗറ്റീവ് ചാർജ് ഈസ് മോർ സ്റ്റേബിൾ ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് അവർ പഠിച്ചു കാണും. അപ്പം അവർ ആ റൂൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ക്ലോറിൻ ആണ് ബോറോണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ കുട്ടികൾ തെറ്റിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട്. കുട്ടികൾ നേരെ ഇത് മാർക്ക് ചെയ്യും, ഫസ്റ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഞാൻ പറയുന്ന റൂളുകൾ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യണം. ആദ്യം നിങ്ങൾ പൈ ബോണ്ടുകളുടെ എണ്ണം കൗണ്ട് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ എന്ത് നോക്കണം? ചാർജ് സെപ്പറേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കണം. അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് നിങ്ങൾ എന്ത് നോക്കണം? നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് വിത്ത് കംപ്ലീറ്റ് ഒക്ടറ്റ് ഏത് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിലാണ് ഉള്ളത് എന്ന് നോക്കണം. ഇനി അവിടെയും നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ സാധ്യമല്ലെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നാലാമത്തെ റൂളിലേക്ക് പോകേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് റൂൾ നമ്പർ 4? റൂൾ നമ്പർ 4 says negative charge on electronegative atom. Negative charge on electronegative atom is more stable and vice versa. Okay, negative charge is more stable on electronegative atom and positive charge is more stable on electropositive atom. അപ്പം അത് നാലാമത്തെ റൂളാണ്. ഓക്കെ, അത് നാലാമത്തെ റൂളായിട്ടാണ് നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട്, CH3 C ഡബിൾ ബോണ്ട് O CH2 മൈനസ്, അതുപോലെ തന്നെ CH3 CO മൈനസ് ഡബിൾ ബോണ്ട് CH2. അപ്പം സപ്പോസ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ റെസൊണേറ്റിംഗ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് പൈ ബോണ്ടുകളുടെ എണ്ണം രണ്ടിലും സെയിം ആണ് അല്ലെ. അപ്പം റൂൾ നമ്പർ 1 അപ്ലിക്കബിൾ അല്ല. റൂൾ നമ്പർ 2 നോക്കുകയാണ്, രണ്ടിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അപ്പൊ റൂൾ നമ്പർ 2 അപ്ലിക്കബിൾ അല്ല. മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് വിത്ത് കംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന് പറഞ്ഞ റൂളും ഇവിടെ അപ്ലിക്കബിൾ അല്ല. ബോറോൺ ഒക്കെ വരുമ്പോഴാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി എങ്ങോട്ട് പോകും? നാലാമത്തെ റൂളിലേക്ക് പോകും. നെഗറ്റീവ് ചാർജ് എവിടെയാ സ്റ്റേബിൾ? ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന്റെ മുകളിൽ. അപ്പം ഓക്സിജന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരുന്ന റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഫസ്റ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. സോ നാലാമത്തെ റൂൾ അതാണ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഈസ് മോർ സ്റ്റേബിൾ ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആൻഡ് വൈസ് വേഴ്സ. നാലാമത്തെ റൂളും അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടത് അഞ്ചാമത്തെ റൂളിലേക്കാണ്. എന്താ അഞ്ചാമത്തെ റൂൾ പറയുന്നത്? അഞ്ചാമത്തെ റൂൾ പറയുന്നത് ഇതാണ്, സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്ലോസ്നെസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. ഓപ്പോസിറ്റ് ചാർജുകൾ ക്ലോസ് ആവുകയാണ് വേണ്ടത്. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജുകൾ ക്ലോസ് ആവുകയാണ് വേണ്ടത്. സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്ലോസ്നെസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. ലൈക്ക് ചാർജുകളാണെങ്കിൽ ദൂരെ വരണം, ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ ക്ലോസ് ആയിട്ട് വരണം. അപ്പോഴാണ് സ്റ്റെബിലിറ്റി മാക്സിമം ആയിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ റൂള്. ഇനി ഈ 5 റൂളും അപ്ലിക്കബിൾ അല്ലെങ്കിൽ യു ക്യാൻ ചെക്ക് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. യു ക്യാൻ ചെക്ക് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ്സ്. ആ കാർബോകാറ്റയോണോ കാർബാനയോണോ ഫ്രീ റാഡിക്കലോ അതിൻ്റെയൊക്കെ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ 6 റൂളുകൾ നിങ്ങൾ ഓർഡറിൽ ഫോളോ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ റൂളുകൾ അപ്ലൈ ചെയ്യുക. റൂൾ നമ്പർ 1 പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. റൂൾ നമ്പർ 2 പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് സെപ്പറേഷൻ. റൂൾ നമ്പർ 3 പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കംപ്ലീറ്റഡ് ഒക്ടറ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ്. റൂൾ നമ്പർ 4 പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഈസ് മോർ സ്റ്റേബിൾ ദാൻ നെഗറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോപോസിറ്റീവ് ആറ്റം. എന്താ റൂൾ നമ്പർ 5 പറയുന്നത്? സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്ലോസ്നെസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. എന്താ റൂൾ നമ്പർ 6 പറയുന്നത്? ഈ 5 റൂളും അപ്ലിക്കബിൾ അല്ലെങ്കിൽ ചെക്ക് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, കാർബാനയോൺ ഓർ ഫ്രീ റാഡിക്കൽ. ഓക്കെ, അപ്പം എപ്പോഴെങ്കിലും റെസൊണേറ്റിംഗ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 6 റൂളുകൾ ഓർഡറിൽ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇസ് ദിസ് ക്ലിയർ ടു യു? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാനിപ്പോ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് വെച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം വരും. ഓക്കെ, യു കൻ ആക്ച്വലി എക്സ്പെക്ട് 1 ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. സ്റ്റെബിലിറ്റി ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് മാത്രം നിങ്ങൾക്ക് ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. യെസ്, അതുപോലെ പിന്നെ എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? പ്ലസ് എം എഫക്റ്റും മൈനസ് എം എഫക്റ്റും പഠിക്കാനുണ്ട് അല്ലെ? പ്ലസ് എം ആൻഡ് മൈനസ് എം എഫക്ട്. ഓക്കെ,
എന്താണ് പ്ലസ് എം എഫക്ട് എന്ന് പറഞ്ഞാൽ? പ്ലസ് എം എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസൊണൻസ് എഫക്ട് ആണ് അല്ലെ. പ്ലസ് എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട് ആണ്. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസൊണൻസ് എഫക്ട്. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട് ത്രൂ റെസൊണൻസ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട് ത്രൂ റെസൊണൻസ്. എങ്ങനെയാണ് നമ്മൾ പ്ലസ് എം ഗ്രൂപ്പുകളെ ഐഡന്റിഫൈ ചെയ്യാം? ഓക്കെ, പ്ലസ് എം ഗ്രൂപ്പുകളുടെ അറ്റാച്ച്മെന്റ് എങ്ങനെയായിരിക്കും? അറ്റാച്ച്മെന്റ് വിൽ ബി ത്രൂ ആൻ ആറ്റം ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വഴിയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? അത് അറ്റാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, അറ്റാച്ച്മെന്റ് വിൽ ബി ത്രൂ ആൻ ആറ്റം ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം OH ഗ്രൂപ്പ് റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, OH ഗ്രൂപ്പ്, സപ്പോസ് OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ഓൺ ദ റിംഗ്. ദിസ് ഈസ് എ പ്ലസ് എം ഗ്രൂപ്പ്. ഇതൊരു പ്ലസ് എം ഗ്രൂപ്പാ. എങ്ങനെ മനസ്സിലായി? ആ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്ത ഓക്സിജന് മുകളിൽ എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. സോ അറ്റാച്ച്മെന്റ് ഈസ് ത്രൂ ആൻ ആറ്റം ഹാവിംഗ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ OH ഈസ് എ പ്ലസ് എം ഗ്രൂപ്പ്. നോക്കൂ, lone pair will be converted to pi bond will be converted to lone pair. It is donating electron to the ring through resonance. അത് റെസൊണൻസ് വഴി എന്ത് ചെയ്യാണ്? റിംഗിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ്. അതൊരു പ്ലസ് എം ഗ്രൂപ്പ് ആണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ അനലിൻ കൺസിഡർ ചെയ്യാം അല്ലെ. അനലിൻ എന്ന് പറഞ്ഞ ആളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ഹിയർ ഓൾസോ അറ്റാച്ച്മെന്റ് ഈസ് ത്രൂ ആൻ ആറ്റം ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ വിൽ ബി കൺവേർട്ടഡ് ടു പൈ ബോണ്ട് വിൽ ബി കൺവേർട്ടഡ് ടു ലോൺ പെയർ. അപ്പൊ ആ NH2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്താണ്? ഒരു പ്ലസ് എം ഗ്രൂപ്പ് ആണ് എന്ന് പറയാൻ പറ്റും അല്ലെ. ആരൊക്കെയാ പ്ലസ് എം ഗ്രൂപ്പുകൾ? നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പരിചയമുള്ള പ്ലസ് എം ഗ്രൂപ്പുകളെ. O- എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലസ് എം ഗ്രൂപ്പ് ആണ് അല്ലെ. O- ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു പ്ലസ് എം ഗ്രൂപ്പ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ആരാണ്? OH ഗ്രൂപ്പ് അല്ലെ, അല്ലെങ്കിൽ NH2 ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പ് എന്താണ്? ഒരു പ്ലസ് എം ഗ്രൂപ്പ് ആണ്. അതുപോലെ OH ഗ്രൂപ്പ് എന്താണ്? ഒരു പ്ലസ് എം ഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ NHCH3. ഓക്കെ, NHCH3 അല്ലെങ്കിൽ OCH3. ഓക്കെ, ഇവിടെ ഒക്കെ നോക്കുക. അതേപോലെ NHC ഡബിൾ ബോണ്ടോ CH3, അതേപോലെ OC ഡബിൾ ബോണ്ടോ CH3. ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ ഗ്രൂപ്പുകളെല്ലാം പ്ലസ് എം ഗ്രൂപ്പുകളാണ്. നിങ്ങൾക്ക് ഇവിടെ ഒക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന എന്താണ്? ഈ ഗ്രൂപ്പുകളിലെല്ലാം അറ്റാച്ച്മെന്റ് ഏത് വഴിയാണ്? അറ്റാച്ച്മെന്റ്, നിങ്ങൾ ഈ അറ്റാച്ച്മെന്റ് കണ്ടോ? ഈ ബോണ്ടാണ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഈസ് ത്രൂ ആൻ ആറ്റം ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു ലോൺ പെയർ ഉള്ള ആറ്റം വഴിയാണ് അറ്റാച്ച്മെന്റ് നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ഗ്രൂപ്പുകളും എന്ത് ഗ്രൂപ്പുകളാണ്? പ്ലസ് എം ഗ്രൂപ്പുകളാണ്. അവ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. ദേ ഡൊണേറ്റ് ഇലക്ട്രോൺ ടു ദ റിംഗ് ത്രൂ റെസൊണൻസ്. ഓക്കെ, അതേപോലെ എന്താണ് മൈനസ് എം എഫക്ട് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ മൈനസ് എം എഫക്ട്? മൈനസ് എം എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ത്രൂ റെസൊണൻസ് ആണ് അല്ലെ. മൈനസ് എം എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ത്രൂ റെസൊണൻസ് ആണ്. ഓക്കെ, വൺ മൊമെന്റ്. ഓക്കെ, this is actually electron withdrawing effect അല്ലെ. This is actually electron withdrawing effect through resonance. Okay, and how do you identify minus m group? എങ്ങനെയാണ് നമ്മൾ മൈനസ് എം ഗ്രൂപ്പുകൾ ഐഡന്റിഫൈ ചെയ്യാം? മൈനസ് എം ഗ്രൂപ്പുകളെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് X ഡബിൾ ബോണ്ട് Y അല്ലെങ്കിൽ X ട്രിപ്പിൾ ബോണ്ട് Y എന്നുള്ള ഫോമിലായിരിക്കും. വേർ electronegativity of Y is more than that of X. ഇങ്ങനെയാണ് നമ്മൾ മൈനസ് എം ഗ്രൂപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക. ഓൾ ദ മൈനസ് എം ഗ്രൂപ്പ് ആർ ഓഫ് ദ ഫോം X ഡബിൾ ബോണ്ട് Y or X ട്രിപ്പിൾ ബോണ്ട് Y where electronegativity of Y is more than that of X. അല്ലെങ്കിൽ they are groups having vacant orbital on them. ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉള്ള ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്താലും അത്തരം ഗ്രൂപ്പുകൾ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ത്രൂ റെസൊണൻസ് ആണ് കാണിക്കുക. ഓക്കെ, എന്തൊക്കെയാ എക്സാമ്പിൾസ്? മൈനസ് എം ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾ നമ്മൾ നോക്കും. C ഡബിൾ ബോണ്ട് OH അല്ലെ. ഇത് X ഡബിൾ ബോണ്ട് O Y എന്നുള്ള ഫോമിലല്ലേ? See, this is of the form X double bond Y, where electronegativity of Y is more than that of X. Aldehyde group വരെയാണ്. അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് വരെയാണ്. C double bond O CH3. അതുമല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് വരെയാണ്. ഇതെല്ലാം മൈനസ് എം ഗ്രൂപ്പുകളാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? X double bond Y, X double bond Y, X double bond Y, where Y is more electronegative than X എന്ന് കാണാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OCH3 എസ്റ്റർ ഗ്രൂപ്പ് വരെയാണ്. അതുമല്ലെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? യു ക്യാൻ സീ ദാറ്റ് അറ്റാച്ച്മെന്റ് ഈസ് ത്രൂ X double bond Y, where Y is more electronegative than
എക്സ് അല്ലേ. അതുമല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ BH2 വേക്കന്റ് ഓർബിറ്റിലുള്ള ആറ്റംസ് മതി. ഓക്കെ, ഇതെല്ലാം എന്ത് ഗ്രൂപ്പുകളാണ്, -m ഗ്രൂപ്പുകളാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നുകിൽ എക്സ് ഡബിൾ ബോണ്ട് വൈ, എക്സ് ട്രിപ്പിൾ ബോണ്ട് വൈ എന്നുള്ള ഇതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്, വേർ വൈ ഈസ് മോർ ഇലക്ട്രോണെഗറ്റീവ് ദാൻ എക്സ്. അതുമല്ലെങ്കിൽ വേക്കന്റ് ഓർബിറ്റിലുള്ള ഒരു ആറ്റം വഴിയായിരിക്കണം അറ്റാച്ച്മെന്റ്. അത്തരം ഗ്രൂപ്പുകളാണ് നമ്മൾ എന്ത് വിളിക്കുക, -m എഫക്ട് എന്ന് വിളിക്കുക, ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ത്രൂ റെസൊണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് +m എഫക്ട് ആൻഡ് -m എഫക്ട്. ഇനി നമുക്ക് എന്ത് പറയാം, അരോമാറ്റിസിറ്റി പറയാം അല്ലെ. അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി, നോൺ അരോമാറ്റിസിറ്റി. എന്താണ് ഒരു അരോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അരോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ആവണം, പിന്നെയോ പ്ലാനാർ ആവണം, പിന്നെയോ കോൺജുഗേറ്റഡ് ആവണം. സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വിത്ത് 4n+2 പൈ ഇലക്ട്രോൺ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, അരോമാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കുക. സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വിത്ത് 4n+2 പൈ ഇലക്ട്രോൺ ആണെങ്കിൽ വി കോൾ ഇറ്റ് അരോമാറ്റിക്. അതിനാണ് നമ്മൾ അരോമാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കുക. എന്താണ് ആന്റി അരോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് സ്ട്രക്ചേഴ്സ് അല്ലെ. സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് സ്ട്രക്ചേഴ്സ് വിത്ത് 4n പൈ ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ ആന്റി അരോമാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കും. ഇനി ഇത് രണ്ടും അരോമാറ്റിക്കും ആന്റി അരോമാറ്റിക്കും ആവാത്ത എല്ലാ സിസ്റ്റംസും എന്തായിരിക്കും, നോൺ അരോമാറ്റിക് സിസ്റ്റംസ് ആയിരിക്കും അല്ലെ. ഒരു സിസ്റ്റം സൈക്ലിക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോൺ അരോമാറ്റിക്, അല്ലെങ്കിൽ സൈക്ലിക് ആണ് പക്ഷെ പ്ലാനാർ അല്ല, നോൺ അരോമാറ്റിക് ആയി മാറി. സൈക്ലിക്കും പ്ലാനാറുമാണ് പക്ഷെ കോൺജുഗേറ്റഡ് അല്ല, നോൺ അരോമാറ്റിക് ആയിട്ട് മാറി. അതായത് അരോമാറ്റിക്കും ആന്റി അരോമാറ്റിക്കും ആവാത്ത എല്ലാ സിസ്റ്റംസും എന്തായിരിക്കും, നോൺ അരോമാറ്റിക് ആയിരിക്കും. എന്താ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ, അരോമാറ്റിക് സിസ്റ്റംസ് ആർ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ദെൻ നോൺ അരോമാറ്റിക് സിസ്റ്റംസ് ആൻഡ് ദെൻ ആന്റി അരോമാറ്റിക് സിസ്റ്റം. സ്റ്റെബിലിറ്റിന്റെ ഓർഡർ, അരോമാറ്റിക് സിസ്റ്റംസ് ആണ് ഏറ്റവും സ്റ്റേബിൾ, അത് കഴിഞ്ഞിട്ടാണ് നോൺ അരോമാറ്റിക് സിസ്റ്റംസ് വരിക, അത് കഴിഞ്ഞിട്ടാണ് ആന്റി അരോമാറ്റിക് സിസ്റ്റംസ് വരിക. ഓക്കെ, we will check out a few examples. Okay, for example, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ തരാണ്. ഈ സ്ട്രക്ചർ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് സൈക്ലിക് ഓർ നോട്ട്. യെസ്, ഇറ്റ് ഈസ് സൈക്ലിക് അല്ലെ. അത് കഴിഞ്ഞിട്ടോ അത് പ്ലാനാർ ആണോ നോക്കണം. ഓക്കെ, പ്ലാനാർ ആണോ, ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ബട്ട് ദ തേർഡ് കാർബൺ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് അല്ലെ. അതുപോലെ അത് കോൺജുഗേറ്റഡ് ആണോ, ഇല്ല, യാതൊരുവിധ കോൺജുഗേഷനും ഇവിടെല്ല. നിങ്ങൾ പഠിച്ച കോൺജുഗേഷൻസ് എന്തൊക്കെയാ, 5 ടൈപ്പ് കോൺജുഗേഷൻസ് ആണ് നിങ്ങൾ പഠിച്ചത് അല്ലെ. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, അൺപെയർഡ് ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ലോൺ പെയർ, വേക്കന്റ് ഓർബിറ്റൽ. അത്തരത്തിലുള്ള യാതൊരു കോൺജുഗേഷനും ഇവിടെ കാണുന്നില്ല. സോ ഡെഫിനറ്റ്ലി ദിസ് മസ്റ്റ് ബി നോൺ അരോമാറ്റിക് സിസ്റ്റം. ഈ കാണുന്നത് എന്തായിരിക്കും, ഒരു നോൺ അരോമാറ്റിക് ആയ സിസ്റ്റം ആയിരിക്കും അല്ലെ. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്, ഈ സിസ്റ്റം അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കുക, അത് സൈക്ലിക് ആണോ, യെസ് ദാറ്റ് മോളിക്യൂൾ ഈസ് സൈക്ലിക്, ദാറ്റ് സിസ്റ്റം ഈസ് സൈക്ലിക് അല്ലെ. അത് പ്ലാനാർ ആണോ, അതെ അത് പ്ലാനാർ ആണ്. എങ്ങനെ മനസ്സിലായി പ്ലാനാർ ആണെന്ന്, കാർബൺ ആറ്റംസ് എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, sp2 ഹൈബ്രിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ പ്ലാനാർ ആണ് അല്ലെ. പിന്നെയോ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്. കോൺജുഗേറ്റഡ് ആണോ, അതെ കോൺജുഗേറ്റഡ് ആണ്. എന്ത് ടൈപ്പ് കോൺജുഗേഷൻ ആണ്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അല്ലെ. ത്രൂ ഔട്ട് ആയിട്ട് കോൺജുഗേറ്റഡ് ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, കോൺജുഗേറ്റഡ് ആണ്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്, 2 പൈ ഇലക്ട്രോൺ ഉണ്ട്. 4n+2 n 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 പൈ ഇലക്ട്രോൺ കിട്ടും. സോ ദിസ് ഈസ് സൈക്ലിക്, ദിസ് ഈസ് പ്ലാനാർ, ദിസ് ഈസ് കോൺജുഗേറ്റഡ് വിത്ത് 2 പൈ ഇലക്ട്രോൺ. സോ ദിസ് സിസ്റ്റം മസ്റ്റ് ബി അരോമാറ്റിക്. ഈ സിസ്റ്റം എന്തായിരിക്കണം, അരോമാറ്റിക് ആയിരിക്കണം. ഓക്കെ, സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം വരയ്ക്കുകയാണ്. ഓക്കെ, ഈ സിസ്റ്റം അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ, you have to check, is it cyclic? Yes, this is definitely cyclic അല്ലെ. is it planar? ഇത് പ്ലാനാർ ആണോ, ഇത് പ്ലാനാർ ആണോ എന്ന് വെച്ചാൽ ഈ രണ്ട് കാർബണും എന്താണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലെ. സോ ദേ ആർ കണക്റ്റഡ് ടു തേർഡ് കാർബൺ, സോ പ്ലാനാർ ആണെന്ന് പറയാം. ഇത് കോൺജുഗേറ്റഡ് ആണോ, യെസ് ഇറ്റ് ഈസ് കോൺജുഗേറ്റഡ്. എന്ത് കോൺജുഗേഷൻ ആണ് നോക്കൂ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ലോൺ പെയർ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അല്ലെ, കോൺജുഗേറ്റഡ് ആണ്. എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്, 4 പൈ ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഇറ്റ് ഈസ് സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വിത്ത് 4 പൈ ഇലക്ട്രോൺ. ഈ 2 പൈ ഇലക്ട്രോണിനെയും കൂട്ടണം, പിന്നെ ഈ 2 ഇലക്ട്രോണും എന്തായി മാറും, പൈ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. മൊത്തം 4 പൈ ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എന്താണ്, ദി സിസ്റ്റം ഈസ് ആന്റി അരോമാറ്റിക് അല്ലെ. ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആന്റി അരോമാറ്റിക് സിസ്റ്റം ആണ് ആ കാണുന്ന സിസ്റ്റം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ കാണിക്കാമെങ്കിൽ ഇതാ ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, കൺസിഡർ ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം. ഇത് സൈക്ലിക് ആണോ, സൈക്ലിക് ആണ്. പ്ലാനാർ ആണോ, അല്ല പ്ലാനാർ അല്ല അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാനാർ, ഇവിടെ ഈ കാർബണും ഇതുമായിട്ട് കണക്ട് ആയതുകൊണ്ട് വേണമെങ്കിൽ പ്ലാനാർ ആണെന്ന് പറയാം.
കോൺജുഗേറ്റഡ് ആണോ? ഇല്ല, കോൺജുഗേഷൻ ബ്രേക്ക് ആയി. നോക്കൂ, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോൺജുഗേഷൻ അല്ല. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഈസ് എ കോൺജുഗേഷൻ. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ കോൺജുഗേഷൻ. സോ ഇതെന്താണ്? ഇത് നോൺ അരോമാറ്റിക് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് എ നോൺ അരോമാറ്റിക് സിസ്റ്റം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഓക്കെ, കൺസിഡർ ദിസ് പർട്ടിക്കുലർ സിസ്റ്റം. ഈ സിസ്റ്റം സൈക്ലിക് ആണോ? യെസ്, ഇറ്റ് ഈസ് സൈക്ലിക്. ഇത് പ്ലാനാർ ആണോ? പ്ലാനാർ ആണ്. കോൺജുഗേറ്റഡ് ആണോ? അതെ. എന്ത് കോൺജുഗേഷൻ ആണ്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കന്റ് ഓർബിറ്റൽ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അല്ലെ? കോൺജുഗേറ്റഡ് ആണ്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റം എന്തായിരിക്കും? ഈ സിസ്റ്റം ആന്റി അരോമാറ്റിക് ആയിരിക്കും, ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലെ? സോ ദിസ് ഈസ് ഹൗ യു ചെക്ക് അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി ആൻഡ് നോൺ അരോമാറ്റിസിറ്റി. ഓക്കെ, ഐ ഹോപ്പ് യു got some idea about how to check aromaticity, anti-aromaticity and non-aromaticity. ഇനി നമുക്ക് എന്ത് പറയാം? ഹൈപ്പർ കോൺജുഗേഷൻ എന്താണ് എന്ന് പറയാം അല്ലെ? അടുത്തത് ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഓക്കെ, എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു പേര് സിഗ്മ പൈ കോൺജുഗേഷൻ എന്നാണ് അല്ലെ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിഗ്മ പൈ കോൺജുഗേഷൻ. അതുമല്ലെങ്കിൽ ബേക്കർ-നാഥൻ എഫക്ട് എന്ന് പറയാറുണ്ട് അല്ലെ? ബേക്കർ-നാഥൻ എഫക്ട് എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ നോ ബോണ്ട് റെസൊണൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ പേരിൽ വിളിക്കുന്ന ആളാണ് എന്ത്? ഹൈപ്പർ കോൺജുഗേഷൻ, സിഗ്മ പൈ കോൺജുഗേഷൻ, ബേക്കർ-നാഥൻ എഫക്ട്, നോ ബോണ്ട് റെസൊണൻസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? എന്താ ഹൈപ്പർ കോൺജുഗേഷൻ, അല്ലെങ്കിൽ എവിടെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ അപ്ലിക്കബിൾ? ഹൈപ്പർ കോൺജുഗേഷൻ 3 സിസ്റ്റങ്ങളിലാണ് അപ്ലിക്കബിൾ. ഹൈപ്പർ കോൺജുഗേഷൻ 3 സിസ്റ്റങ്ങളിൽ മാത്രമാണ് അപ്ലിക്കബിൾ. ഏതൊക്കെയാ 3 സിസ്റ്റം? ഒന്ന്, ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് അപ്ലിക്കബിൾ ടു ആൽക്കീൻസ്. 2, ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് അപ്ലിക്കബിൾ ടു കാർബോകാറ്റയോൺസ്. 3, ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് അപ്ലിക്കബിൾ ടു ഫ്രീ റാഡിക്കൽസ്. ഇങ്ങനെ 3 സിസ്റ്റത്തിൽ മാത്രമാണ് ആര് അപ്ലിക്കബിൾ? ഹൈപ്പർ കോൺജുഗേഷൻ അപ്ലിക്കബിൾ. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് അപ്ലിക്കബിൾ ടു ആൽക്കീൻസ്, കാർബോകാറ്റയോൺസ് ആൻഡ് ഫ്രീ റാഡിക്കൽസ്. ഇങ്ങനെ 3 സിസ്റ്റത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂ? ഹൈപ്പർ കോൺജുഗേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് ആൽക്കീനിൽ ഹൈപ്പർ കോൺജുഗേഷൻ വരുന്നത്? ഓക്കെ, കൺസിഡർ പ്രൊപ്പീൻ. ഓക്കെ, നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയ എക്സാമ്പിൾ എടുക്കാം. പ്രൊപ്പീൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്താ സംഭവിക്കുന്നത്? This sigma bond, whenever a carbon-carbon double bond is attached to a carbon-hydrogen sigma bond. എപ്പോഴെങ്കിലും ഒരു കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഒരു കാർബൺ ഡബിൾ ബോണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? The sigma electron of carbon hydrogen sigma bond enter into conjugation with the pi electrons of carbon double bond. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? ഞാൻ ഒന്നുകൂടെ പറയാം. Whenever you attach a carbon hydrogen sigma bond to a carbon double bond, the sigma electrons of carbon hydrogen sigma bond enter into conjugation with the pi electrons of carbon double bond. Such a conjugation is known as sigma pi conjugation or hyperconjugation. നോക്കൂ ഇവിടെ, this sigma bond is converted to pi bond and this pi bond is converted to lone pair. ഇതാണ് ആ കോൺജുഗേഷൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ വരയ്ക്കുക? ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ you can actually draw it like this: CH2 double bond. Okay, one moment. CH2 double bond, CH single bond, CH2 minus. അല്ലേ? And this H plus will stay here without any bond. ഒരു H plus അവിടെ ബോണ്ട് ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നോ ബോണ്ട് റെസൊണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, such a conjugation is known as sigma pi conjugation or no bond resonance. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാർബൺ ഡബിൾ ബോണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽഫ കാർബൺ. The carbon directly attached to C double bond C is known as alpha carbon. And the hydrogen atoms attached to alpha carbon is known as alpha hydrogen. The carbon atom which is directly attached to carbon double bond is known as alpha carbon, and the hydrogen atoms attached to alpha carbon is known as alpha hydrogen. Higher the number of alpha hydrogen, higher will be the stability of alkene due to hyperconjugation. Alpha hydrogen എണ്ണം കൂടുന്തോറും ആൽക്കീന്റെ സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ, ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്തോറും ഹൈപ്പർ കോൺജുഗേഷൻ വഴി ആൽക്കീന്റെ സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ, അപ്പൊ ഇതാണ് ആൽക്കീനിലുള്ള ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദീസ് ആൽക്കീൻസ് എന്ന് പറയാണ്. ഓക്കെ, കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദീസ് ആൽക്കീൻസ് എന്ന് പറയാണ്.
ഇങ്ങനെ കുറേ ആൽക്കീൻസ് തന്നു. ഇതിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുമായിട്ട് എത്ര കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 4 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഓരോ കാർബണിന്റെ മുകളിലും 3 ആൽഫ ഹൈഡ്രജൻ വീതമുണ്ട്. അപ്പൊ ഇവിടെ 4 × 3 12 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്താൽ 3 കാർബണേ ഉള്ളൂ. അപ്പൊ 3 കാർബൺ 3 × 3 9 ആൽഫ ഹൈഡ്രജൻ അവിടെ കാണും അല്ലെ. അടുത്ത സിസ്റ്റത്തിലാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്താൽ 2 കാർബണേ ഉള്ളൂ. അപ്പൊ 2 ആൽഫ കാർബൺ ആണ്. ഓരോ ആൽഫ കാർബണിന്റെ മുകളിൽ 3 ആൽഫ ഹൈഡ്രജൻ വീതം ഉണ്ടാവും. അപ്പം 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. അടുത്ത സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒറ്റ ആൽഫ കാർബണിനെ മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ ഒറ്റ ആൽഫ കാർബൺ. അപ്പം 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും അല്ലെ. എന്താ നമ്മുടെ റൂള്? ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. സോ ഇവിടെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ എന്താണ്? ഇതാണ് അവിടെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ. അപ്പൊ ആൽക്കീനുകളുടെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈപ്പർ കോൺജുഗേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഓർക്കുക, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ അതേപോലെ തന്നെ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ എക്സെട്ര ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. ഓക്കെ. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനും എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷനും ഒക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ആൽഫ ഹൈഡ്രജൻ എണ്ണം നോക്കുക. ആൽഫ ഹൈഡ്രജൻ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റിന്റെ ഓർഡർ കിട്ടും. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനും എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷനും ഒക്കെ കുറവായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹൈപ്പർ കോൺജുഗേഷൻ ഇൻ കാർബോകാറ്റയോൺസ്. എങ്ങനെയാണ് കാർബോകാറ്റയോൺസിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവുന്നത്? ഓക്കെ. കൺസിഡർ വൺ കാർബോകാറ്റയോൺസ് CH3 CH2+. ഓക്കെ. ഈ ഒരു പെർട്ടിക്കുലർ കാർബോകാറ്റയോൺ കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, കാർബോകാറ്റയോൺ കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ് അതിന് എപ്പോഴും എന്തുണ്ടാവും? ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സിഗ്മ ബോണ്ട് എന്ത് ചെയ്യും? ആ വേക്കന്റ് ഓർബിറ്റലുമായിട്ട് കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്യും. അപ്പൊ അതിന്റെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാ വരയ്ക്കുക? CH2 ഡബിൾ ബോണ്ട് CH2 and H+ will stay here without any bond. ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇൻ കാർബോകാറ്റയോൺസ്. ഇവിടെയും പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് എന്ത്? ആൽഫ കാർബൺ. The carbon which is directly attached to positively charged carbon is known as alpha carbon, and the hydrogens attached to alpha carbon is known as alpha hydrogen. Greater the number of alpha hydrogen, greater will be the stability of carbocation. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്തോറും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. എന്താണ് ആൽഫ ഹൈഡ്രജൻ? ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആൽഫ കാർബണിന്റെ മുകളിലെ ഹൈഡ്രജൻ ആണ്. എന്താ ആൽഫ കാർബൺ? പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. ഓക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് CH3 C CH3 CH3. ഓക്കെ. ഈ പെർട്ടിക്കുലർ കാർബോകാറ്റയോൺ. അതേപോലെ തന്നെ CH3 CH+ CH3 ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ, ഒരു പ്രൈമറി കാർബോകാറ്റയോൺ. ഇതിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറയാണ്. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 3 3 3 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. യു കൻ ആക്ച്വലി കൗണ്ട് 9 ആൽഫ ഹൈഡ്രജൻ. സെക്കൻഡ് സിസ്റ്റത്തിലാണെങ്കിൽ 6 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. തേർഡ് സിസ്റ്റത്തിൽ 3 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്തോറും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. Therefore the order of stability is tertiary greater than secondary greater than primary. Greater the number of alpha hydrogen, greater will be the stability of carbocation. അടുത്ത ഹൈപ്പർ കോൺജുഗേഷൻ ഫ്രീ റാഡിക്കൽ ആണ്. എന്താ ഹൈപ്പർ കോൺജുഗേഷൻ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിഡർ വൺ ഫ്രീ റാഡിക്കൽ കാർബൺ അറ്റാച്ച്ഡ് ടു എ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. ഓക്കെ. ഒരു കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്ത ഒരു ഫ്രീ റാഡിക്കൽ കാർബൺ കൺസിഡർ ചെയ്യാം. ഓക്കെ. എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ 2 ഫ്രീ റാഡിക്കലിനും ഇടയ്ക്ക് ഒരു ബൈ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ. ആൻഡ് ദ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ വിൽ സ്റ്റേ ഹിയർ വിത്തൗട്ട് എനി ബോണ്ട്. ദിസ് ഈസ് ദ ഹൈപ്പർ കോൺജുഗേഷൻ ഇൻ ഫ്രീ റാഡിക്കൽ. ഇവിടെയും ഫ്രീ റാഡിക്കൽ കാർബണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത കാർബണെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽഫ കാർബൺ എന്ന് വിളിക്കുക. ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുക. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്തോറും ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ കമ്പയറിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദീസ് ഫ്രീ റാഡിക്കൽ. ഓക്കെ. ഞാനിവിടെ ഫ്രീ റാഡിക്കൽസ് വരയ്ക്കുകയാണ്. ഈ ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് സിസ്റ്റത്തിൽ 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡ് സിസ്റ്റത്തിൽ 6 ആൽഫ ഹൈഡ്രജൻ ആണ്, തേർഡ് സിസ്റ്റത്തിൽ 3 ആൽഫ ഹൈഡ്രജൻ ആണ് അല്ലെ. നമുക്ക് എന്തറിയാം? ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽ. ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്തോറും എന്ത് കൂടും? ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ. സോ ദിസ് ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് അപ്ലിക്കബിൾ ടു ആൽക്കെയ്ൻസ്, കാർബോകാറ്റയോൺസ് ആൻഡ് ഫ്രീ റാഡിക്കൽസ്. ഓക്കെ. I hope this is clear to you. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ 2 രീതിയിൽ വരാം. ഓക്കെ. എന്തൊക്കെ വരാം? +H എഫക്റ്റും വരാം, അല്ലെങ്കിൽ -H എഫക്റ്റും വരാം അല്ലെ. എന്താ +H എഫക്ട് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ പോലെ +H എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേഷൻ ത്രൂ ഹൈപ്പർ കോൺജുഗേഷൻ ആണ്.
എന്താ മൈനസ് എച്ച് എഫക്ട് എന്ന് പറഞ്ഞാൽ? മൈനസ് എച്ച് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോവൽ ത്രൂ ഹൈപ്പർ കോൺജുഗേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ എന്നൊക്കെ പറയും. എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ഷോസ് പ്ലസ് എച്ച് എഫക്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മീത്തൈൽ ഗ്രൂപ്പ് നമ്മൾ നമ്മുടെ ഫിനൈൽ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെ. ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോട് അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ് ഈ കാർബൺ. ഈ കാർബണിന്റെ മുകളിലെ ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ സിസ്റ്റത്തിന് 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളെല്ലാം പ്ലസ് എച്ച് എഫക്ട് ആണ് കാണിക്കുക. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളെല്ലാം പ്ലസ് എച്ച് എഫക്ട് കാണിക്കുക. എങ്ങനെയാ പ്ലസ് എച്ച് എഫക്ട് കാണിക്കുക? The sigma bond is converted to pi bond, this pi bond is converted to lone pair. അല്ലെ, അത് റിംഗിലേക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാണ്. ഹൈപ്പർ കോൺജുഗേഷൻ അഥവാ സിഗ്മ പൈ കോൺജുഗേഷൻ വഴി റിംഗിലേക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? അതിനെ പ്ലസ് എച്ച് എഫക്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, അതിപ്പോൾ മീത്തൈൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈത്തൈൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഓക്കെ, അതുമല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവരെല്ലാവരും എന്ത് എഫക്റ്റാണ് കാണിക്കുക? പ്ലസ് എച്ച് എഫക്ട് ആണ് കാണിക്കുക. ദേ ഡൊണേറ്റ് ഇലക്ട്രോൺ ടു ദ റിംഗ് ത്രൂ ഹൈപ്പർ കോൺജുഗേഷൻ. അതേസമയം മൈനസ് എച്ച് എഫക്ട് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതേതാണ്? CCl3 എന്ന് പറഞ്ഞ ഗ്രൂപ്പാണത്. ഓക്കെ, CCl3. അപ്പം CCl3 ഇങ്ങനൊരു ഗ്രൂപ്പ് നമ്മൾ റിംഗുമായിട്ട് അറ്റാച്ച് ചെയ്തെന്ന് വെച്ചോ, അവിടെ എന്താ സംഭവിക്കുക? കാർബൺ ക്ലോറിൻ ബോണ്ട് പോളാർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിയും കൊണ്ട് പതുക്കെ എന്ത് ചെയ്യും? അങ്ങ് ലീവ് ചെയ്യും. ഓക്കെ, ഇതങ്ങ് ലീവ് ചെയ്യും. അപ്പം ഈ പൈ ബോണ്ട് എന്തായിട്ട് മാറും? ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും, ദിസ് ഈസ് ബേസിക്കലി ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ത്രൂ സിഗ്മ പൈ കോൺജുഗേഷൻ ആണെന്ന് കാണാൻ പറ്റും. Cl മൈനസ് ഇവിടെ ബോണ്ട് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി വിഡ്രോയിങ് ഇലക്ട്രോൺ. CCl3 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമ്മൾ റിംഗുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുക. എങ്ങനെയാണ് അത് റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നത്? സിഗ്മ പൈ കോൺജുഗേഷൻ വഴിയാണ് അത് റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ അതിനെ മൈനസ് എച്ച് എഫക്ട് അഥവാ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, മൈനസ് എച്ച് എഫക്ട് കാണിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് CCl3 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ? CF3 എന്തുകൊണ്ടാണ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാത്തത്? അല്ലെങ്കിൽ CBr3 അല്ലെങ്കിൽ CI3 ഒന്നും എന്തുകൊണ്ടാണ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നും. നോക്കൂ, ഇവിടെ ഈ പറയുന്ന ബ്രോമിനും അയോഡിനും ദേ ആർ നോട്ട് ഇനഫ് ഇലക്ട്രോനെഗറ്റീവ് ടു മൂവ് എവേ വിത്ത് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ആ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിയും എടുത്തുകൊണ്ട് അങ്ങ് പോവാൻ മാത്രം ഇലക്ട്രോനെഗറ്റീവ് അല്ല ആര്? ബ്രോമിനും അയോഡിനും ഒന്നും. ഓക്കെ, വെറുതെ അവരങ്ങ് ലീവ് ചെയ്യില്ല. ദേ ആർ നോട്ട് ഇനഫ് ഇലക്ട്രോനെഗറ്റീവ് ആസ് ക്ലോറിൻ സോ ആസ് ടു മൂവ് വിത്ത് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിൽ തോന്നും, അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ ആണെങ്കിൽ ക്ലോറിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? അപ്പൊ ഫ്ലൂറിൻ അവിടെ വളരെ ഈസി ആയിട്ട് ഇലക്ട്രോൺ പെയറിനെയും എടുത്ത് പൊക്കൂടെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതും പറ്റില്ല. കാരണം കാർബൺ ഫ്ലൂറിൻ ബോണ്ട് വളരെ സ്ട്രോങ് ആണ് ബിക്കോസ് ഓഫ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് സെയിം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. അവിടെ 2p ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ ആ സെയിം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന്റെ ഇൻവോൾവ്മെന്റ് കാരണം കാർബൺ ഫ്ലൂറിൻ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ കൂടി ആ കാർബൺ ഫ്ലൂറിൻ സ്ട്രോങ് ബോണ്ടിനെയും ബ്രേക്ക് ചെയ്തിട്ട് ബോണ്ടഡ് പെയറിനെയും കൊണ്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് ഓർത്തിരിക്കുക? CCl3 എന്ന് പറഞ്ഞ ഗ്രൂപ്പാണെന്ന് ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. അടുത്ത എന്താണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് അല്ലെ. അടുത്തത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ പെർമനന്റ് പോളറൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സിഗ്മ ബോണ്ട് ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഓഫ് ദ കൺസേൺഡ് ആറ്റംസ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ അല്ലെ. ഒരു കാർബൺ ചെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ കാർബൺ ചെയിനിന്റെ എൻഡിൽ ആരുണ്ട്? ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട്. സോ ദാറ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം വിൽ pull the bonded pair of electron towards itself, due to which it gets a partial negative charge and carbon gets a partial positive charge. And this positively charged carbon will pull the bonded pair of electron towards itself, due to which the chain, okay, that chain will get a partial positive charge. Okay, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് വിളിക്കുക. Okay, the permanent polarization produced in a sigma bond due to electronegativity difference of concerned atoms is known as inductive effect. ഇൻഡക്റ്റീവ് എഫക്റ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലുണ്ട്. പ്ലസ് ഐ എഫക്റ്റും ഉണ്ട്, മൈനസ് ഐ എഫക്റ്റും ഉണ്ട്. ഓക്കെ, പ്ലസ് ഐ എഫക്റ്റ് ആൻഡ് മൈനസ് ഐ എഫക്റ്റ്. എന്താണ് പ്ലസ് ഐ എഫക്ട് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട് അല്ലെ. പ്ലസ് ഐ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാണ്. ഇവിടെ ആരാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലെ. ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക ഇൻഡക്റ്റീവ് എഫക്ട് വഴി. മൈനസ് ഐ എഫക്ട് എന്ന് പറഞ്ഞാലോ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ത്രൂ ഇൻഡക്റ്റീവ് എഫക്ട് അല്ലെ. ഇലക്ട്രോൺ വിഡ്രോവൽ ത്രൂ ഇൻഡക്റ്റീവ് എഫക്റ്റിനാണ് നമ്മൾ മൈനസ് ഐ എഫക്ട് എന്ന് വിളിക്കുക. ഒരു പക്ഷേ മൈനസ് ഐ എഫക്റ്റിന്റെ ഓർഡർ ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും അല്ലെ. എന്താ ഓർഡർ? NF3 പ്ലസ്
NR3 പ്ലസ് NH3 പ്ലസ് ഇവരാണ് ഏറ്റവും സ്ട്രോങ് ആയ -I ഗ്രൂപ്പുകൾ. NF3 പ്ലസ് NR3 പ്ലസ് NH3 പ്ലസ്. അത് കഴിഞ്ഞിട്ടോ നൈട്രോ സയനോ അല്ലെ, നൈട്രോ ഗ്രൂപ്പും സയനോ ഗ്രൂപ്പും. ഓക്കെ, പിന്നെയോ അത് കഴിഞ്ഞ് SO3H, അതുപോലെ തന്നെ COOH ഗ്രൂപ്പ്. പിന്നെ ആരാണ് ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡോ ഗ്രൂപ്പുകൾ. പിന്നെ ആരാണ് എസ്റ്റർ ഗ്രൂപ്പ്, എസ്റ്റർ ഈതർ ആൽക്കഹോൾ. പിന്നെയോ ആൽക്കൈൻ ഫിനൈൽ ആൽക്കീൻ. ഓക്കെ, ഈ ഓർഡർ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ഓക്കെ, എന്തായാലും പഠിക്കണം എന്ന് വെച്ചാൽ എന്തായാലും പഠിക്കണം. ഈവൻ ലാസ്റ്റ് 2 years മുന്നുള്ള JEE അഡ്വാൻസിന് വരെ അസറിറ്റീവ് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഓർഡർ അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് സാധിക്കൂ. -I എഫക്റ്റിന്റെ ഓർഡർ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. എങ്ങനെ പഠിക്കുക? ഗ്രൂപ്പുകളാക്കി പഠിക്കുക. NF3 പ്ലസ് NR3 പ്ലസ് NH3 പ്ലസ്. പിന്നെയോ നൈട്രോസയനോ. പിന്നെയോ സൾഫോ ഗ്രൂപ്പ് SO3H COOH. പിന്നെ ആരാണ് ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡോ. പിന്നെ ഏത് ഗ്രൂപ്പാണുള്ളത്? എസ്റ്റർ ഗ്രൂപ്പ്, ഈതർ ഗ്രൂപ്പ്, ആൽക്കഹോൾ ഗ്രൂപ്പ്. പിന്നെ ആൽക്കൈൻ ഫിനൈൽ ആൽക്കീൻ. ഓക്കെ, സോ -I എഫക്റ്റിന്റെ ഈ ഓർഡർ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. പിന്നെ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ ആഫ്റ്റർ 4 or 5 കാർബൺ ആറ്റംസ്. ഓക്കെ, മാക്സിമം 4 or 5 കാർബൺ വരെയൊക്കെ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ എഫക്ട് നിൽക്കുകയുള്ളൂ. അതാണ് ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ആയിട്ട് പോകുന്നില്ല. അതൊരു ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് എഫക്ട് ആണ്. ഓക്കെ, ദൂരേക്ക് പോകുന്തോറും എഫക്ട് കുറഞ്ഞു വരും. ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ ആഫ്റ്റർ 4 or 5 കാർബൺ ആറ്റംസ് ആൻഡ് ഇറ്റ് ഈസ് എ പെർമനന്റ് എഫക്ട് ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് ത്രൂ ഓൺലി സിഗ്മ ബോണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആരെ പറ്റി നോക്കാം? നമുക്ക് റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകളെ പറ്റി നോക്കാം. ഓക്കെ, റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ്. റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആരാണ്? റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയാണ്? കാർബോകാറ്റയോൺസ്, അതുപോലെ തന്നെ കാർബാനയോൺസ്, അതുപോലെ തന്നെ ആരാണ്? ഫ്രീ റാഡിക്കൽസ്. കാർബോകാറ്റയോൺസ്, കാർബാനയോൺസ് ആൻഡ് ഫ്രീ റാഡിക്കൽസ്. പക്ഷെ ഇത് മൂന്നും അല്ലാതെ വേറെ 3 റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകളോട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. +2ലേക്ക് സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ ആരൊക്കെ കാണാൻ പറ്റുക? നൈട്രീൻസ് എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് കാണാൻ പറ്റും അല്ലെ. പ്രത്യേകിച്ച് അമീൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൈട്രീൻ എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർബീൻ, റീമട്ടീമൻ റിയാക്ഷനൊക്കെ ഡൈക്ലോറോ കാർബീൻ എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ ബെൻസൈൻ ഈസ് അനദർ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്. Okay, so reaction intermediates. What are reaction intermediates? They are species which are formed during a reaction but are destroyed before the completion of a reaction. ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോം ചെയ്യുകയും ആ റിയാക്ഷൻ കഴിയും മുമ്പ് നശിക്കുകയും ചെയ്യുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകൾ എന്ന് വിളിക്കുക. റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിൽ ഈ 6 റിയാക്ഷൻ ഇന്റർമീഡിയറ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ യു ഹാവ് ടു ഗിവ് മോർ കോൺസെൻട്രേഷൻ ടു കാർബോകാറ്റയോൺസ്, കാർബാനയോൺസ് ആൻഡ് ഫ്രീ റാഡിക്കൽസ്. ഈ 3 റിയാക്ഷൻ ഇന്റർമീഡിയറ്റും നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ, എന്താണ് കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബോകാറ്റയോണിന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കാർബൺ എന്ന് പറഞ്ഞാൽ ടെട്രാവാലന്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. കാർബൺ ആറ്റം ഈസ് കണക്റ്റഡ് ടു 4 ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. കാർബൺ എന്ന് പറഞ്ഞാൽ ടെട്രാവാലന്റ് ആണ്. സപ്പോസ് അവിടെ H- എന്ന് പറഞ്ഞാൽ ഒരു ലീവിംഗ് ഗ്രൂപ്പ് ആണ്. ആ ലീവിംഗ് ഗ്രൂപ്പ് എങ്ങനെ ലീവ് ചെയ്യാം? ആ ലീവിംഗ് ഗ്രൂപ്പിന് 3 രീതിയിൽ ലീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്ങനെയൊക്കെ ലീവ് ചെയ്യാം? ഒന്നുകിൽ അതിന് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെയും എടുത്തുകൊണ്ട് ലീവ് ചെയ്യാം. അതല്ലെങ്കിൽ ആ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ വെച്ചുകൊണ്ട് അതിന് ലീവ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഈ ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇലക്ട്രോണിനെ കാർബണും ഒരു ഇലക്ട്രോണിനെ ആ ലീവിംഗ് ഗ്രൂപ്പും എടുത്തുകൊണ്ട് അതിന് ലീവ് ചെയ്യാം. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. സപ്പോസ് ദ ലീവിംഗ് ഗ്രൂപ്പ് ലീവ്സ് ആഫ്റ്റർ ടേക്കിംഗ് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ഇറ്റ്. ആ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെയും എടുത്തുകൊണ്ട് ആ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? വി ഗെറ്റ് എ കാർബോകാറ്റയോൺ. ഓക്കെ, അവിടെ കാർബണിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് കാണും? ഒരു വേക്കന്റ് ഓർബിറ്റലും കാണും. ദിസ് ഈസ് വാട്ട് വി കോൾ എ കാർബോകാറ്റയോൺ. ഓക്കെ, so tell me what is the steric number of a carbocation? എന്താണ് ഒരു കാർബോകാറ്റയോണിന്റെ സ്റ്റെറിക് നമ്പർ? എത്ര ബോണ്ട് പെയറുകളെയും ലോൺ പെയറുകളെയുമാണ് നിങ്ങൾക്ക് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് സെൻട്രൽ ആറ്റമായ കാർബണിന് ചുറ്റും 3 ബോണ്ട് പെയറുകളെ കാണാൻ പറ്റും. ലോൺ പെയറുകൾ ഒന്നും തന്നെ ഇല്ല. സോ 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും. സ്റ്റെറിക് നമ്പർ 3 ആണ്. സ്റ്റെറിക് നമ്പർ 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ സ്ട്രക്ചർ ട്രയഗണൽ പ്ലാനാർ ആണ്. സോ ദ കാർബോകാറ്റയോൺസ് ആർ ഹാവിംഗ് എ സ്ട്രക്ചർ ഓഫ് ട്രയഗണൽ പ്ലാനാർ. ഓക്കെ, അതിന്റെ ഷേപ്പ് എന്താണ്? ട്രയഗണൽ പ്ലാനാർ ആണ്. ഓക്കെ, സ്റ്റെറിക് നമ്പർ 3 ആണ്, ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, ട്രയഗണൽ പ്ലാനാർ ആണ്. ടെൽ മീ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് സെൻട്രൽ ആറ്റം? നമ്പർ ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് സെൻട്രൽ ആറ്റം നിങ്ങൾ ചെക്ക് ചെയ്യാം.
നമ്പർ ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് സെൻട്രൽ ആറ്റം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക 6 ഇലക്ട്രോണുകളെയാണ് അല്ലെ. കൗണ്ട് ചെയ്തേ 1 2 3 4 5 6. There are 6 electrons around central atom. 6 electron around central atom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും കംപ്ലീറ്റ് ഒക്ടറ്റ് അല്ല. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ അവ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ അവ ഇലക്ട്രോഫൈൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവയ്ക്ക് ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് ലൂയിസ് ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, and you cannot see any unpaired electron. Unpaired electronകൾ ഒന്നുമില്ല, അതുകൊണ്ട് അവയുടെ മാഗ്നറ്റിക് നേച്ചർ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഇതാണ് കാർബോകാറ്റയോണിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. കാർബോകാറ്റയോൺ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ലീവിംഗ് ഗ്രൂപ്പ് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെയും കൊണ്ട് ലീവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു കാർബോകാറ്റയോൺ കിട്ടും. അവിടെ സ്റ്റെറിക് നമ്പർ 3 ആണ്. കാർബണിന് ചുറ്റും നിങ്ങൾക്ക് 3 ബോണ്ട് പെയറുകളെയാണ് കാർബോകാറ്റയോണിൽ കാണാൻ സാധിക്കുക അല്ലെ. പിന്നെയോ സ്റ്റെറിക് നമ്പർ 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, സ്ട്രക്ചർ ട്രൈഗണൽ പ്ലാനാർ ആണ്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 6 ഇലക്ട്രോണുകളാണ് നിങ്ങൾ കാണുന്നത്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോഫൈൽ ആണ്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്, വേക്കന്റ് ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അവ എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ, സോ ദർ മാഗ്നറ്റിക് നേച്ചർ മസ്റ്റ് ബി ഡയാമാഗ്നറ്റിക്. ഓക്കെ, എന്താണ് അതിന്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് എ കാർബോകാറ്റയോൺ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് എ കാർബോകാറ്റയോൺ. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യും, whereas ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസസ് എ കാർബോകാറ്റയോൺ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസസ് എ കാർബോകാറ്റയോൺ. ഇത് ഓർത്തിരിക്കുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഒരു കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യുമ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഒരു കാർബോകാറ്റയോണെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. ബിക്കോസ് കാർബോകാറ്റയോൺ ഈസ് ഓൾറെഡി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ ഒരാളെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾക്കാണ് എന്ത് ചെയ്യുക? സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുക. അണ്ടർസ്റ്റാൻഡ്? And what is the stability order? ഏറ്റവും സ്റ്റെബിലൈസിംഗ് ആയ ഫാക്ടർ എന്താണ്? ഒരു കാർബോകാറ്റയോൺ ഏറ്റവും സ്റ്റെബിലൈസിംഗ് ആയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് ആണ്. ഓക്കെ, the most stabilizing factor for a carbocation is sigma bonded resonance. എവിടെയാണ് ഈ സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് ഉള്ളത്? നിങ്ങൾക്ക് സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് ആസ് സച്ച് സിലബസിൽ പഠിക്കാനില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോകാറ്റയോണിലാണ് സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് ഉള്ളത്. Cyclopropyl methyl carbocation. Okay, this particular carbocation is stabilized by dancing resonance അല്ലെങ്കിൽ sigma bonded resonance. ഇതാണ് ഒരു കാർബോകാറ്റയോൺ ഏറ്റവും സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടർ. നിങ്ങൾ ഓർത്തിരിക്കണം. എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു കാർബോകാറ്റയോൺ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടർ സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് എന്ന് പറഞ്ഞ കാര്യമാണ്. അത് ഏത് സിസ്റ്റത്തിനാണുള്ളത്? സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോകാറ്റയോണിലാണ് സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ സ്റ്റെബിലൈസ് ചെയ്യാം? കാർബോകാറ്റയോൺ പാർട്ട് ഓഫ് അരോമാറ്റിസിറ്റി. അത് കഴിഞ്ഞാൽ കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് അരോമാറ്റിസിറ്റി ആണ്. അരോമാറ്റിസിറ്റിയും കഴിഞ്ഞാൽ പിന്നെ ആരാണ് സ്റ്റെബിലൈസ് ചെയ്യുക? പിന്നെ സ്റ്റെബിലൈസ് ചെയ്യുക ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസൊണൻസ് എഫക്റ്റ് ആണ്, പ്ലസ് എം എഫക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ് സ്റ്റെബിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പ്ലസ് ഐ എഫക്റ്റ് ആണ് സ്റ്റെബിലൈസ് ചെയ്യുക. കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യുന്നവരെല്ലാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസൊണൻസ് എഫക്ട്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റുകളാണ് കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞാലോ ഹൈബ്രിഡൈസേഷന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. sp3 sp2 sp ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്തോറും അല്ലെങ്കിൽ പെർസെന്റേജ് സ്കാറ്റർ കൂടുന്തോറും കാർബോകാറ്റയോൺ അവിടെ അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യുക. പിന്നെ ഡീസ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് വരികയായി അല്ലെ. മൈനസ് ഐ എഫക്ട് അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ ഉപരി ആര് ഡീസ്റ്റെബിലൈസ് ചെയ്യും? മൈനസ് എച്ച് എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ മൈനസ് എം എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ആന്റി അരോമാറ്റിസിറ്റി ഡീസ്റ്റെബിലൈസ് ചെയ്യും. നിങ്ങൾ ആ ഓർഡർ പഠിച്ചു വെക്കുക. ഏറ്റവും കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് സിഗ്മ ബോണ്ടഡ് റെസൊണൻസ് ആണ്. അത് ഏത് സിസ്റ്റത്തിലാണുള്ളത്? സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോകാറ്റയോൺ ആണുള്ളത്. അത് കഴിഞ്ഞാൽ അരോമാറ്റിസിറ്റി, അത് കഴിഞ്ഞാൽ പ്ലസ് എം എഫക്ട്, പ്ലസ് എച്ച് എഫക്ട്, പ്ലസ് ഐ എഫക്ട്. ഹൈബ്രിഡൈസേഷൻ ഓർഡർ sp3 sp2 sp ആണ്. ഡീസ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് മൈനസ് ഐ എഫക്ട്, അതിനേക്കാൾ മൈനസ് എച്ച് എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ മൈനസ് എം എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ അൺസ്റ്റേബിൾ, മോസ്റ്റ് അൺസ്റ്റേബിൾ കാർബോകാറ്റയോൺ ഈസ് കാർബോകാറ്റയോൺ പാർട്ട് ഓഫ് ആന്റി അരോമാറ്റിസിറ്റി. ഓക്കെ, ഐ ഹോപ്പ് ദീസ് പോയിന്റ്സ് ആർ ക്ലിയർ ടു യു. അടുത്ത റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്, കാർബാനയോൺ ആണ് അല്ലെ. കാർബാനയോൺ, കാർബൺ എന്ന് പറഞ്ഞാൽ ടെട്രാവാലന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 4 atoms or group of atoms. ഇവിടെ ഈ ലീവിംഗ് ഗ്രൂപ്പ് ഇങ്ങനെ ലീവ് ചെയ്യാന്ന് വയ്ക്കുക. If the leaving group leave without taking the bonded pair of electrons with it, what do we get? We get a carbanion. അല്ലെ? If the leaving group leaves without taking the bonded pair of electron with it, we get something called a carbanion. Okay, ഇപ്പൊ ഇതാണ് കാർബാനിയോൺ. എന്താ കാർബാനിയോന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ
അതിന്റെ സ്റ്റെറിക് നമ്പർ എന്ന് പറഞ്ഞാൽ 3+1 ആണ് അല്ലെ. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും കാണാം. ഓക്കെ, 3 ബോണ്ട് പെയർസ് ആൻഡ് 1 ലോൺ പെയർ. സ്റ്റെറിക് നമ്പർ 4 ആണ്. സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ ആണ്. ഷേപ്പ് എന്താണ്? പിരമിഡൽ ആണ് അല്ലെ. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. അതിന്റെ ഷേപ്പ് പിരമിഡൽ ആണ്. ഇറ്റ് ഈസ് ഐസോ സ്ട്രക്ചറൽ ആൻഡ് ഐസോ ഇലക്ട്രോണിക് വിത്ത് അമോണിയ. ഓർത്തിരിക്കുക കേട്ടോ. കാർബാനിയോൺസ് ആർ ഐസോ സ്ട്രക്ചറൽ ആൻഡ് ഐസോ ഇലക്ട്രോണിക് വിത്ത് അമോണിയ. What is the number of electrons around central atom? Number of electrons around central atom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 2ഉം 8 ആണ് അല്ലെ. കംപ്ലീറ്റഡ് ഒക്ടറ്റ് ആണ്. They are not electron deficient. They are not electrophiles. Electron deficient electrophiles ഒന്നുമല്ല. അൺപെയ്ഡ് ഇലക്ട്രോണുകളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. സോ ദേ ആർ ഡയാമാഗ്നറ്റിക്. ഇതാണ് കാർബാനിയോണിന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. കാർബാനിയോണിന്റെ സ്റ്റെറിക് നമ്പർ 3+1 ആണ്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. ഇലക്ട്രോൺ പെയർ ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. ഷേപ്പ് പിരമിഡൽ ആണ്. ദേ ആർ ഐസോ സ്ട്രക്ചറൽ ആൻഡ് ഐസോ ഇലക്ട്രോണിക് വിത്ത് അമോണിയ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് സെൻട്രൽ ആറ്റം 8 ആണ്. കംപ്ലീറ്റഡ് ഒക്ടറ്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റോ ഇലക്ട്രോഫൈലോ ഒന്നുമല്ല. അൺപെയ്ഡ് ഇലക്ട്രോണുകളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് അവിടെ മാഗ്നറ്റിക് നേച്ചർ ഡയാമാഗ്നറ്റിക് ആണ്. ഇനി എന്താണ് ഇതിന്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ? നേരെ തിരിച്ചാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസസ് എ കാർബാനയോൺ. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഒരു കാർബാനയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് എ കാർബാനയോൺ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒരു കാർബാനിയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയായിരിക്കും ഓർഡർ? ഏറ്റവും സ്റ്റേബിലൈസിംഗ് ആയ ഫാക്ടർ എന്തായിരിക്കും? ഇവിടെ സിഗ്മ ബോണ്ട് റെസൊണൻസ് ഒന്നുമില്ല കേട്ടോ. സിഗ്മ ബോണ്ട് റെസൊണൻസ് കാർബോകാറ്റയോൺസിൽ മാത്രമേ ഉള്ളൂ. ഒരു കാർബാനിയോൺ ഏറ്റവും സ്റ്റെബിലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഡെഫിനറ്റ്ലി അരോമാറ്റിസിറ്റി. ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബാനിയോൺ ഇസ് എ കാർബാനിയോൺ പാർട്ട് ഓഫ് അരോമാറ്റിസിറ്റി. അത് കഴിഞ്ഞാൽ റെസൊണൻസ് ആയിരിക്കും. ആ റെസൊണൻസിൽ തന്നെ ഏതായിരിക്കും? ഇലക്ട്രോൺ വിഡ്രോയിങ് റെസൊണൻസ് എഫക്ട് ആണ് കാർബാനിയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുക. അതായത് -m എഫക്ട്. അതിനേക്കാൾ സ്റ്റെബിലൈസിംഗ് ആയിരിക്കും അതിനേക്കാൾ കുറച്ച് സ്റ്റെബിലൈസിംഗ് ആയിരിക്കും -h എഫക്ട്. പിന്നെ ആരായിരിക്കും? പിന്നെ -i എഫക്ട്. ഇതെല്ലാം സ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് ആണ്. ഹൈബ്രിഡൈസേഷന്റെ ഓർഡർ നേരെ തിരിയും. sp ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ. അത് കഴിഞ്ഞ് ഡീസ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് ആണ്. +i എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ +h എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനേക്കാൾ ഉപരിയായിട്ട് +m എഫക്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യും. ഏറ്റവും അൺസ്റ്റേബിൾ ആക്കുന്ന ഫാക്ടർ ആന്റി അരോമാറ്റിസിറ്റി ആയിരിക്കും. ഇതാണ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, ഏറ്റവും കൂടുതൽ കാർബാനിയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ആണ്. പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റുകളാണ് കാർബാനിയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുക. -m എഫക്ട്, -h എഫക്ട്, -i എഫക്ട്. ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ മുകളിലായിരിക്കും കാർബാനിയോൺ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുക. പിന്നെ ഡീസ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് ആണ് +i, +h, +m ഒക്കെ കൂടുതൽ അൺസ്റ്റേബിൾ ആയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അൺസ്റ്റേബിൾ ആയ കാർബാനിയോൺ എന്ന് പറഞ്ഞാൽ ആന്റി അരോമാറ്റിസിറ്റിയുടെ പാർട്ടായ കാർബാനിയോൺ ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫ്രീ റാഡിക്കൽ. ഓക്കെ, ഫ്രീ റാഡിക്കൽ എപ്പോഴാണ് നമുക്കൊരു ഫ്രീ റാഡിക്കൽ കിട്ടുക? കാർബൺ എന്ന് പറഞ്ഞാൽ ടെട്രാവാലന്റ് ആണ്. കാർബൺ ഈസ് കണക്റ്റഡ് ടു 4 ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ആ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ബോണ്ട് ഹോമോലിറ്റിക്കലി ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇലക്ട്രോണിനെ കാർബണും ഒരു ഇലക്ട്രോണിനെ ആ ലീവിംഗ് ഗ്രൂപ്പും കീപ്പ് ചെയ്യുകയാണെങ്കിൽ there you get a കാർബാനിയോൺ. കാർബാനിയോണിന്റെ സ്റ്റെറിക് നമ്പർ എന്ന് പറഞ്ഞാൽ 3+1 ആണ്. 3+0 ആണ്. 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും. അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഇരിപ്പുണ്ട് അല്ലെ. പക്ഷെ അത് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, ഒരു ഇലക്ട്രോൺ പെയർ അല്ല. ഓക്കെ, സോ ദർ ഈസ് ആക്ച്വലി 3 ബോണ്ട് പെയർസ്. ലോൺ പെയറുകൾ ഒന്നും തന്നെ ഇല്ല. 3 ബോണ്ട് പെയറുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ട്രയഗണൽ പ്ലാനാർ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് സെൻട്രൽ ആറ്റം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. അവിടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയില്ല, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മാത്രമല്ല, അവ എന്തുമാണ്? ഇലക്ട്രോഫൈൽസുമാണ്. Okay, but they cannot act as Lewis acids because they do not have vacant orbital. Carbocations electron deficient ആണ്, electrophiles ആണ്, incomplete octet ആണ്. Free radicals അതുപോലെ തന്നെ incomplete octet ആണ്, electron deficient ആണ്, electrophiles ആണ്. പക്ഷേ കാർബോകാറ്റയോൺ ഒരു വേക്കന്റ് ഓർബിറ്റൽ ഉണ്ടായിരുന്നു, ഫ്രീ റാഡിക്കൽ ഒരു വേക്കന്റ് ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് കാർബോകാറ്റയോൺ ലൂയിസ് ആസിഡ് ആവാൻ സാധിക്കും, ഫ്രീ റാഡിക്കൽസിന് ലൂയിസ് ആസിഡ് ആവാൻ സാധിക്കുകയില്ല. അതുപോലെ നിങ്ങൾക്ക് ഒരു അൺപെയ്ഡ് ഇലക്ട്രോണെ കാണാൻ പറ്റും. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മാഗ്നറ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. So that is the profile of free radical. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് എ ഫ്രീ റാഡിക്കൽ എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് എ ഫ്രീ റാഡിക്കൽ, whereas ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസസ് എ ഫ്രീ റാഡിക്കൽ എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഒരു ഫ്രീ റാഡിക്കലിനെ സ്റ്റെബിലൈസ് ചെയ്യും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഒരു ഫ്രീ റാഡിക്കലിനെ കൂടുതൽ അൺസ്റ്റേബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുക. സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുമ്പം നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നത്?
ആദ്യം അരോമാറ്റിസിറ്റി ചാടിക്കയറി പറയരുത്. കാരണം ഒരു ഫ്രീ റാഡിക്കലിന് ഒരിക്കലും അരോമാറ്റിസിറ്റിയുടെ പാർട്ടാവാൻ പറ്റില്ല. അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ 4n+2 ആണ്. 4n+2 പൈലട്രോൺ എപ്പോഴും ഈവൻ ആണ്. ഫ്രീ റാഡിക്കലിന് എപ്പോഴും ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഒരു ഫ്രീ റാഡിക്കലിന് ഒരിക്കലും അരോമാറ്റിസിറ്റിയുടെ പാർട്ടാവാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്രീ റാഡിക്കലിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന എഫക്ട് ആയിരിക്കും +m എഫക്ട് ആയിരിക്കും. അതിനുശേഷം +H എഫക്ട് ആയിരിക്കും. അതിനുശേഷം +I എഫക്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷന്റെ ഓർഡർ sp3 sp2 sp ആയിരിക്കും. അതുപോലെ ഡീസ്റ്റെബിലൈസിങ് ഫാക്ടേഴ്സ് -I എഫക്ട് -H എഫക്ട് ഏറ്റവും കൂടുതൽ അൺസ്റ്റേബിൾ ആക്കുന്നതായിരിക്കും -M എഫക്ട് ആയിരിക്കും. ഒരു ഫ്രീ റാഡിക്കലിന് ഒരിക്കലും ആന്റി അരോമാറ്റിസിറ്റിയുടെ പാർട്ടാവാനും സാധിക്കില്ല. Because anti-aromaticity requires 4n pi electron which is always even. Free radical എപ്പോഴും odd number of pi electrons ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. So this is the complete stability criteria for free radical. Okay. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഇന്റർമീഡിയറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ റെസൊണൻസ് എന്താന്ന് പഠിച്ചു. റെസൊണൻസ് ഈസ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഇൻ എ കോൺജുഗേറ്റർ സിസ്റ്റം എന്ന് പഠിച്ചു. കോൺജുഗേറ്റർ സിസ്റ്റംസ് 5 ടൈപ്പിലാവാം. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കന്റ് ഓർബിറ്റൽ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, അൺപെയർഡ് ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ലോൺ പെയർ, വേക്കന്റ് ഓർബിറ്റൽ എന്നുള്ള 5 തരത്തിൽ നമുക്ക് കോൺജുഗേഷൻസ് വരാമെന്ന് പഠിച്ചു. അതിനുശേഷം നിങ്ങൾ ഹൗ ടു കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പഠിച്ചു അല്ലെ. എന്തൊക്കെയായിരുന്നു റൂളുകൾ? First, you have to count the number of pi bonds. Stability is directly proportional to number of pi bonds, and then stability is inversely proportional to charge separation. Stability is directly proportional to maximum number of atoms with completed octet. Negative charge on electronegative atom is more stable, and vice versa. And last point, or second last point, stability is directly proportional to closeness of opposite charges. And finally, check the relative stability of carbocation, carbanion, and free radical. +M effect, -M effect പഠിച്ചു. If the attachment is to an atom having lone pair of electron, it is a +M group. If the attachment is of the form X double bond Y or X double bond Y, where Y is more electronegative than X, or if the attachment is through an atom having a vacant orbital, they are -M groups. അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി, നോൺ അരോമാറ്റിസിറ്റി പഠിച്ചു. ദ സൈക്ലിക് പ്ലാനാർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വിത്ത് 4n+2 pi electron is known as aromatic system. Cyclic planar conjugated structure with 4n pi electron is known as anti-aromatic system. ഇതല്ലാത്ത എല്ലാ സിസ്റ്റംസും നോൺ അരോമാറ്റിക് ആണ്. സ്റ്റെബിലിറ്റി ഓർഡർ അരോമാറ്റിക് ആണ് ഏറ്റവും സ്റ്റേബിൾ, പിന്നെ നോൺ അരോമാറ്റിക് ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ, ആന്റി അരോമാറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞു. ഹൈപ്പർ കോൺജുഗേഷൻ അഥവാ സിഗ്മ പൈ കോൺജുഗേഷൻ അഥവാ ബേക്കർനാഥൻ എഫക്ട് പഠിച്ചു. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു 3 systems: കാർബോകാറ്റയോൺസ്, ആൽക്കീൻസ് ആൻഡ് ഫ്രീ റാഡിക്കൽസ്. കാർബോകാറ്റയോൺസ് ആണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. കാർബോകാറ്റയോണിലാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണിനോട് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. ഫ്രീ റാഡിക്കലാണെങ്കിൽ ഫ്രീ റാഡിക്കൽ കാർബണിനോട് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിന് മുകളിലെ ഹൈഡ്രജൻസ് ആണ് ആൽഫ ഹൈഡ്രജൻ. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ, ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ്, കാർബോകാറ്റയോൺസ് ആൻഡ് ഫ്രീ റാഡിക്കൽസ്. +H എഫക്റ്റും -H എഫക്റ്റും നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ +I എഫക്റ്റും -I എഫക്റ്റും പഠിച്ചു. ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് carbocations, carbanions and free radicals, their profile and their complete stability criteria. Okay, ഇതുപോലെ തന്നെ നിങ്ങൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ബാക്കി ടോപ്പിക്കുകളും ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം. സോ വി വിൽ ഡിസ്കസ് the rest of the topic in a later session. So that's all for today now. Thank you.